നമ്മളുടെ ഓരോരുത്തരിലും ക്രിസ്തു രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം വഹിച്ച നിർണായകമായ പങ്ക്, അദ്ദേഹത്തിന്റെ സഭയിലെ ദൗത്യം, 52 വർഷക്കാലം നീണ്ടുനിന്ന ബിഷപ്പായിട്ടും ആർച്ച് ബിഷപ്പായിട്ടുമുള്ള ശുശ്രൂഷകൾ, അതുപോലെ തന്നെ 18 വർഷക്കാലം അദ്ദേഹം എമറേറ്റസ് ആർച്ച് ബിഷപ്പായി നിന്നപ്പോഴും അദ്ദേഹം റിട്ടയർ ചെയ്യുകയായിരുന്നില്ല, മറിച്ച് റിട്ടയർ ചെയ്തതിനു ശേഷവും സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. കരുതലും ചേർത്ത് പിടിക്കലും അങ്ങനെ തന്നെ പറയാം, അത് അദ്ദേഹത്തിന്റെ ജീവിതശൈലിയായിരുന്നു. എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ, എല്ലാവരോടുമുള്ള കരുതൽ കൃത്യമായി സൂക്ഷിക്കാൻ. നമുക്കറിയാം 1972 72-73 കാലഘട്ടങ്ങളിൽ വയനാടില് മാനന്തവാടി രൂപതയിൽ അദ്ദേഹം ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ഒരുപാട് ബാലാരിഷ്ടതകൾ, രൂപത തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന ബാലാരിഷ്ടതകളെല്ലാം ഉണ്ടായിരുന്നു. അന്ന് മോട്ടോർ സൈക്കിളിലും അതുപോലെ ജീപ്പിലും ഒക്കെ സ്വന്തം ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു പിതാവിനെ ഒരുപക്ഷെ നമുക്ക് കാണാൻ വിരളമായിട്ടായിരിക്കും. പിതാക്കന്മാർ സ്വന്തം ഡ്രൈവ് ചെയ്ത മേഖലകളെ തേടി, ദൈവജനത്തെ തേടി 100% ക്രിസ്തുവിനോടും സഭയോടും നീതി പുലർത്തിക്കൊണ്ട്, വിശ്വസ്ത പുലർത്തിക്കൊണ്ടാണ് പിതാവ് ആപ്തവാക്യത്തെ പ്രവൃത്തിപഥത്തിൽ എത്തിച്ചത്, അല്ലെങ്കിൽ ജീവിതത്തിൽ സാർത്ഥകമാക്കിയത് എന്നുള്ളൊരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ കരുതലും ചേർത്ത് പിടിക്കലും അദ്ദേഹത്തിന്റെ ജീവിത ശൈലി തന്നെയായിരുന്നു. വൈദികരെയാണെങ്കിലും അൽമാരെയാണെങ്കിലും അതിനപ്പുറത്തേക്ക് തന്റെ ചുറ്റുപാട് താമസിക്കുന്ന ഇതര മതസ്ഥരായിട്ടുള്ള സഹോദരങ്ങളാണെങ്കിലും അവരുടെയൊക്കെ ഒരു ആത്മീയ പിതാവായിട്ട് തന്നെയാണ് അദ്ദേഹം എപ്പോഴും പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ കരുതലും ചേർത്ത് പിടിക്കലും സഭാവിശ്വാസികൾക്ക് മാത്രമല്ല, മറിച്ച് സമൂഹത്തിനും ഈ രാജ്യത്തിനും മുഴുവൻ അദ്ദേഹത്തിലൂടെ ലഭിച്ച ഒരു പുണ്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഞാൻ സൂചിപ്പിച്ചതുപോലെ കഷ്ടപ്പാടിന്റെ നാളുകളിൽ സ്വന്തമായിട്ട് അത് ഏറ്റെടുത്ത് തനിക്കുള്ള പരിമിതമായ സൗകര്യങ്ങളിലൂടെ തന്റെ അജപാലന ദൗത്യം വയനാട്ടിലൊക്കെ നിർവഹിച്ചപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം സഞ്ചരിക്കുന്ന പിതാവെന്ന് പോലും അറിയപ്പെടാൻ തുടങ്ങിയത് നമുക്കറിയാം. തനിക്കുള്ള മോട്ടോർ സൈക്കിളും ഒരു ജീപ്പിലും ഒക്കെ ആയിട്ട് അദ്ദേഹം കാടും മേടും ഒക്കെ കയറി ഇടവക സമൂഹത്തെയും പൊതുസമൂഹത്തെയും തേടിപ്പോയ ഒരിടയൻ. ആ ഇടയന്റെ ശ്രദ്ധ ഒരിക്കലും കണ്ണിമയ്ക്കാതെയുള്ള ഒരു ശ്രദ്ധയായിരുന്നു. നല്ലൊരു ഗായകനായിരുന്നല്ലോ പിതാവ്, നമുക്കറിയാം. മനോഹരമായി ഭക്തഗാനങ്ങളടക്കം ആലപിക്കുന്നതിലെ പിതാവ് എന്നും മറ്റുള്ളവർക്ക് മാതൃക കൂടിയാണ്. ഇതൊരു ദൈവിക ദാനമാണ് തീർച്ചയായിട്ടും. അതുപോലെ ദൈവഹിതം നിറവേറ്റുന്നതിലും മനുഷ്യരുടെ ആവശ്യങ്ങളും മനുഷ്യരുടെ നൊമ്പരങ്ങളും തിരിച്ചറിയുന്നതിലും പിതാവിന്റെ ഈ ആപ്തവാക്യം എന്നും പിതാവിന് ശക്തി പകർന്നിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. താമരശ്ശേരി രൂപതയില് കുറഞ്ഞ വർഷമേ ഉണ്ടായിട്ടുള്ളൂവെങ്കിലും, 1.5 വർഷം അദ്ദേഹം ഉണ്ടായിട്ടുള്ളൂവെങ്കിലും താമരശ്ശേരി രൂപതയിൽ അദ്ദേഹത്തിന്റെ കുടുംബം തിരുവാമ്പാടി മേഖലയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് നമുക്കറിയാം. അദ്ദേഹം ഒരു സ്ഥിരമായിട്ട് എന്ന് പറയുന്ന പോലെ തന്നെ താമരശ്ശേരിയുമായിട്ട് എപ്പോഴും രൂപതയുമായിട്ടും താമരശ്ശേരിയിലുള്ള ദേവാലയങ്ങളായിട്ടും അതുപോലെ ദൈവജനമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിന് ശേഷവും. അപ്പോൾ ആ തരത്തിലാണ് നമുക്കറിയാം ഈ ഹോം ഓഫ് ലവ് എന്ന് പറയുന്ന സ്ഥാപനം താമരശ്ശേരിയില്, പ്രത്യേകിച്ചും അത് കോഴിക്കോട്ടെ ചേവരമ്പലത്തടുത്ത് നേതാജി നഗർ ഭാഗത്ത് വർക്ക് ചെയ്യുമ്പോൾ നാനാജാതി മതസ്ഥരായിട്ടുള്ള സമൂഹത്തിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളുള്ളവര്, രോഗികള്, അശരണര്, ആലംബഹീനര്, ഇവരെയൊക്കെ ശുശ്രൂഷിക്കുവാൻ അദ്ദേഹത്തിന്റെ കണ്ണെപ്പോഴും ഉണ്ടായിരുന്നു. ക്രിസ്തുദാസി സിസ്റ്റേഴ്സിലൂടെ അദ്ദേഹം ആ ദൗത്യം സഭയിൽ നിർവഹിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. അത് വലിയ സംഭാവന സമൂഹത്തിന്, നമ്മുടെ രാജ്യത്തിന് നൽകുന്ന ഒരു ശുശ്രൂഷയായി ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ സെന്റ് ജോസഫ് സിസ്റ്റേഴ്സ് അവരുടെ പ്രവർത്തനങ്ങൾ ലോകമെമ്പാടും അദ്ദേഹം സ്ഥാപിച്ച സെന്റ് ജോസഫ് സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ യോസേപ്പ് പിതാവിന്റെ വർക്കേഴ്സ് നമ്മുടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ, അതൊക്കെ ഇദ്ദേഹം കാലയവനികയ്ക്കുള്ളിൽ മറിഞ്ഞാലും നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടാലും ലോകമെമ്പാടും തുടർന്നു പോകുന്ന അദ്ദേഹത്തിന്റെ അടയാളപ്പെടുത്തലുകളായി തന്നെ അവശേഷിക്കുന്ന, നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടുന്നവരെ അവസാനം വരെ ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കുന്ന ആ ഒരു മനോഭാവത്തിന്റെ ഒരു തുടർവി അല്ലെങ്കിൽ ഒരു അടയാളമായി ഞാൻ കാണുകയാണ്.